വിഷുവായിട്ടും ഒരു വിഷുക്കണി ഒരുക്കില്ല എന്ന് വെച്ചാൽ മോശമല്ല. അപ്പോൾ ഓടിപ്പോയൊരു കുപ്പിയും ഇതേ കണക്ക് 2-3 ടിഷ്യൂ പേപ്പറും ഒരു ഫെവിക്കോളും എടുത്തിട്ട് വന്നോളൂ. ഫെവിക്കോളും വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കുപ്പീനെ ഒന്ന് കുളിപ്പിച്ചിട്ട് നമുക്ക് ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാവേ. ഒരു ലെയറിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ കണക്കത്ര കുപ്പി കിട്ടാനായിട്ട് അധികം പാഴൊന്നുള്ള റോഡിൽ കൂടെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ കിട്ടും. നോർത്ത് പോയിന്റ് റോഡിൻ്റെ നടുക്കൂടെ അല്ല സൈഡിൽ കൂടെ ഒന്ന് കണ്ണ് തപ്പി നടന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അതിനുശേഷം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, അതൊന്നും ഉണങ്ങട്ടെ. നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. കുറച്ച് ക്ലേ എടുത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാക്കി വന്നപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യം, തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു വെക്കോളൂ. അത് കണക്കിന് നമ്മുടെ ഗീവ് അവേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരാണെങ്കിൽ കണ്ടു ഒരു ലൈക്കും കമൻറ്റും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കിടിലൻ ഗിഫ്റ്റ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വിന്നർ നിങ്ങളായിരിക്കും കേട്ടോ. പിന്നെ ഗീവ് അവേ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്സാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ആക്കുന്നതാണ്. പിന്നെ ഞാൻ കുപ്പി എടുത്തിട്ട് നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അത് എനിക്ക് നമ്മൾ ഫ്രൂട്ട്സിന് നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കണിക്കൊന്ന വേണം. കണിക്കൊന്ന ഇല്ലാതെ എന്ത് വിഷു. അത് ഞാൻ ഫോം ക്ലേയിലാണ് കേട്ടോ കണിക്കൊന്ന ഉണ്ടാക്കി എടുക്കുന്നത്. ഇതാകുമ്പോൾ ഉണങ്ങാനോ കാത്ത് നിൽക്കേണ്ട, അതോടൊപ്പം പെയിൻറ്റും അടിക്കേണ്ട. അല്ലാണ്ട് എനിക്ക് മടിയുണ്ടാഞ്ഞിട്ടൊന്നും അല്ല. അതെനിക്ക് എൻ്റെ സ്റ്റമ്പ് ഞാൻ ഫോം ക്ലേയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറയാലോടെ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ഇത് മാത്രം മതി ഇത് തോന്നി. ചുമ്മാ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കി സമയം കളഞ്ഞു. കുഴപ്പമില്ല, ഒരു വിഷുക്കണിയാകുമ്പോൾ എല്ലാം വേണമല്ലോ. പിന്നെ നമുക്ക് ഈ ബോട്ടിൽ നമുക്ക് കുഞ്ഞി കണ്ണനെ വരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞി കണ്ണൻ ചെയ്ത് വെക്കാം. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ കണി ഒരുക്കുന്നതിന് ഒരു ഉരുളി വേണമല്ലോ. അപ്പോൾ ഉരുളിയായിട്ട് നമുക്ക് ഞാൻ ഒരു ക്ലേ എടുത്ത് ജസ്റ്റ് ഒന്ന് ഹാഫ് പോർഷനായിട്ട് ഒന്ന് വെച്ചേക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബോട്ടിലിന് അടപ്പ് വേണമെങ്കിലും അതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പെയിൻറ്റ് കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഉരുളിക്ക്. അത് കഴിഞ്ഞ ശേഷം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഉരുളിയായിട്ട് തോന്നിയില്ലെങ്കിൽ ഉരുളിയുടെ കളറെങ്കിലും ഇരിക്കട്ടെ എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഈ വാൽക്കണ്ണാടി സെറ്റ് മുണ്ടും അതിൻ്റെ ക്ലിപ്പ് പോയതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്കും കമൻറ്റും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്